ചാനലാർത്ഥമായ സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഇടയ്ക്ക് ട്രിപ്പായി പോകുന്നുണ്ട്. അങ്ങനെ ട്രിപ്പായി പോയി അത് എന്താണ് കാരണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്. ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് വലിയ ആളാക്കിയിട്ട് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവസരം മറക്കേണ്ടി ലൈക്ക് ചെയ്യാൻ മറന്നു. ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്ക് ഷെയറും കമൻറ്റ് നമുക്ക് അടുത്തടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ കഴിഞ്ഞതിന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ ട്രിപ്പ് എങ്ങനെ ഈ ഫ്രിഡ്ജൊക്കെ ട്രിപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള വീഡിയോ ആണ്. അതിനനുബന്ധിച്ചുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രിഡ്ജ് ഇടയ്ക്ക് ട്രിപ്പായി പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഫുൾ പവർ ട്രിപ്പാവണം. ഫ്രിഡ്ജ് ഓൺ ആകുന്ന സമയത്ത് വീട്ടിലേക്ക് ഫുൾ പവർ ട്രിപ്പായി പോകണമെന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും എൻ്റെ ഒരു ഒന്നാമത്തെ കാരണം. അപ്പോൾ നിങ്ങൾ വീഡിയോ മറക്കാതെ കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ്. കസ്റ്റമർ പറഞ്ഞേക്കണ ഫ്രിഡ്ജ് തണുക്കുന്നുമില്ല, അതിനൊക്കെ തന്നെ കുറേ നേരം ഓടുമ്പോൾ ഫ്രിഡ്ജ് ട്രിപ്പായി പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞ ചില സമയത്ത് പെട്ടെന്നും അത് ഓഫായി പോകുന്നു. അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ലൈൻ ഓൺ ആക്കുമ്പോൾ നിങ്ങളുടെ ELCB ട്രിപ്പാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഫ്രിഡ്ജിൻ്റെ ലൈൻ ഓൺ ആക്കിയ സമയത്ത് ഇവിടെ ELCB ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് നോക്കണം എന്തിട്ടാണെന്നുള്ള നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ മൊത്തം ഊരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗത്ത് ചെക്ക് ചെയ്യുക. അതിനായിട്ട് നമുക്കിവിടെ കോയിലെല്ലാം നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. തെർമോസ്റ്റാറ്റിൻ്റെ ആ വെള്ള ബോക്സ് തെർമോസ്റ്റാറ്റിൻ്റെ ബോക്സാണ്. അതെല്ലാം നമ്മൾ ഊരി മാറ്റി വെച്ചേക്കാണ്. ഇതിൻ്റെ അത്ര കവറെല്ലാം 2 സ്ക്രൂകളാക്കി ക്ലിപ്പ് ടൈപ്പ് ആണെങ്കിൽ വല്ലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ കവറെല്ലാം ഇളകി വരും. അതിനുശേഷം ഈ കാണുന്ന എൻ്റെ ഞാൻ എപ്പോഴും പറഞ്ഞ തെർമൽ ഫീസ്, ഈ ഇരിക്കുന്ന തെർമൽ ഫീസാണ്. ഇനി നമുക്കിത് ഇളക്കിയെടുക്കണം. ഓരോ ഭാഗങ്ങളായിട്ട് ഇളക്കിയെടുക്കണം. ഇത് എവിടെയാണ് കംപ്ലൈൻറ്റ്, ഏതാണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ബൈനായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ തെർമൽ ഫീസ് കുഴപ്പമില്ല, ഷോർട്ടൊന്നും അല്ല. അതിൻ്റെ അകത്ത് വെച്ചാൽ അത്രയും കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതാണ് കോയിൽ. കോയിലിൻ്റെ 2 സൈഡിൽ 2 സ്ക്രൂ നിങ്ങൾക്ക് കാണാം. ഈ സ്ക്രൂ ഇളക്കി ഒരു സൈഡ് പിന്നെ ഒരു സൈഡ് സ്ക്രൂ ആണ്. അത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കോയിൽ മേലോട്ട് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ കോയിൽ പൊക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യം നമ്മളിപ്പോൾ കോയിൽ പൊക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഹീറ്റിംഗ് കോയിലാണ് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഹീറ്റിംഗ് കോയിൽ എടുക്കാം. ഹീറ്റിംഗ് കോയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹീറ്റിംഗ് കോയിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ആദ്യമായിട്ടാണ് ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫാമിലി വോയിസുകളൊന്ന് കാണിക്കുന്നത്. ഈ ഹീറ്റിംഗ് കോയിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ കോയിൽ മൊത്തം പൊട്ടിയിരിക്കുന്നത്. ഇവിടെ കാണാം. ഹീറ്റിംഗ് കോയിലിൻ്റെ കോയിൽ മൊത്തം പൊട്ടി ബോഡിയായിട്ട് ടച്ച് ആയിട്ടാണ് ഇത് ട്രിപ്പ് ആവുന്നത്. ഈ ബോഡി എർത്തിങ് എന്ന് അതാണ് ഞാൻ ഈ എർത്തിങ് ബോഡി ഈ ഫ്രിഡ്ജിലൊക്കെ എർത്തിങ് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. നമ്മളെ ഫ്രിഡ്ജിൽ പിടിക്കുമ്പോൾ എർത്തിങ്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഷോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റായിട്ട് നിങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരുടെയും പറയുന്നത് നമ്മളൊക്കെ വീട്ടിലെ ഫ്രിഡ്ജ് വയ്ക്കുന്ന ആ പവർ സോക്കറ്റിൽ എർത്തിങ് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. എർത്തിങ് കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിച്ച് തന്നെ ചോദിക്കണം നമ്മളെ ഇതിൻ്റെ ഈ ഫ്രിഡ്ജ് കൊടുക്കുന്ന ആ പവർ പ്ലഗിൻ്റെ എർത്തിങ് കറക്റ്റാണ്. എർത്തിങ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ പവർ ട്രിപ്പ് ആകത്തില്ല. നിങ്ങൾ വന്ന് പിടിച്ചാൽ നിങ്ങളെ ഷോക്ക് അടിച്ച് അത് വലിയ ഗുരുതര പരിക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് നമ്മളിവിടെ എർത്തിങ് എല്ലാം പ്രോപ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ പവർ ട്രിപ്പ് ആവുന്നത്. എർത്തിങ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഒന്ന് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് പിടിക്കുന്ന സമയത്ത് ഡോറിലെ പിടിക്കും നമ്മൾ നല്ല രീതിക്ക് ഷോക്ക് അടിക്കാനോ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് എർത്തിങ് നോക്കുക. ആ എർത്തിങ് ഇങ്ങനെ ചെക്കിങ്ങുള്ള വീഡിയോ ഒക്കെ എൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, കയറി വാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സെയിം കോയിൽ മേടിച്ചിട്ടുണ്ട്. ഇതാൻ്റെ സെയിം കോയിൽ. നമ്മൾ ഈ കോയിൽ ഇത് തിരിച്ചിടാൻ പോവുകയാണ്. ഇവിടെ കാണാം. ഇപ്പം ഇവിടെ കാണാം AC 220 വാട്ടിൻ്റെ കോയിലാണ് നമ്മളിപ്പം ഇത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആ ബേസിൽ ഇത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. അതിൻ്റെ ആ കോയിലിൻ്റെ 2 സൈഡിലൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൽ പോയിട്ട് കറക്റ്റ് ടച്ചായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം കോയിലിൻ്റെ ആ സൈഡ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ സൈഡ് ആ കോയിലിൻ്റെ ആ 2 ഹോളിൽ കറക്റ്റ് ഇറങ്ങിയിരിക്കണം. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആ കോയിൽ 2 ക്ലിപ്പുണ്ട് സൈഡിൽ. അത് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ കോയിലിനകത്ത് വെച്ചിട്ട് അത് കറക്റ്റ് ഇത് കണക്ക് ക്ലിപ്പ് ചെയ്ത് തിരിച്ച് മടക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മേലത്തെ ഇങ്ങനെ തന്നെ ഇപ്പോൾ കയ്യിൽ കാണിക്കുന്നത് തന്നെ ഹോളുള്ള ഭാഗം അടിയിലും ഫ്ലാറ്റുള്ള ഭാഗം മേലായിട്ട് തന്നെ വയ്ക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റ് വയ്ക്കാം. അതായത് നിങ്ങൾക്ക് കാണാം ആ സൈഡിൽ കാണുന്ന ഒരു ഹോള്. ഇതിൻ്റെ ഡ്രെയിനേജ് വെള്ളം ഐസ് മെൽറ്റായി വെള്ളം താഴത്തെ നമ്മളെ ഭാഗത്തേക്ക് ആ ഡ്രൈയിലേക്ക് പോകാനുള്ള ഹോളാണ് ആ കാണുന്നത്. ഈ ക്ലിപ്പിൻ്റെ അകത്താണ് ആ കോയിൽ കറക്റ്റ് വീഴാനുള്ളത്. നമ്മളിതപ്പോൾ കോയിൽ കറക്റ്റ് ആ ക്ലിപ്പിൻ്റെ 2 സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇളക്കി തന്നെ അതിൻ്റെ ഹീറ്റിംഗ് കോയിലിൻ്റെ വയർ ആ 2 സൈഡ് കട്ട് ചെയ്താണ് നമ്മൾ എടുത്തേക്കണത്. തിരിച്ച് നമ്മൾ ഇടുമ്പോഴും ആ 2 സൈഡ് കട്ട് ചെയ്ത് ഹീറ്റിംഗ് കോയിലിൻ്റെ കോയിൽ കറക്റ്റ് ആ വയർ കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അലുമിനിയം ഫോയിൽ കുറച്ച് ഇളകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അലുമിനിയം ഫോയിൽ നല്ലൊരു ഫോയിൽ എടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് അലുമിനിയം ഫോയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഈ 2 കാണുന്നതാണ് ഹീറ്റിംഗ് കോയിലിൻ്റെ വയർ. അത് നമ്മൾ തിരിച്ച് അത് കണക്ക് ഈ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടാപ്പ് അടിച്ചിട്ടുണ്ട്. ഷോർട്ടൊന്നും വരാതിരിക്കും ടാപ്പ് അടിച്ചിട്ടുണ്ട്. ഈ കോയിൽ ഇങ്ങനെ കൂടെ കാണാം. നല്ല രീതിക്ക് നമ്മൾ പഴയ കണക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോയിൽ കറക്റ്റ് സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കോയിൽ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് തെർമോക്കോളൊക്കെ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിണക്കി തന്നെ കോയിൽ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അപ്പുറം ഒരു സൈഡ് ക്ലിപ്പും ഒരു സൈഡ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ തെർമൽ ഫീസൊക്കെ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ അതിൻ്റെ
പിന്നെ നമ്മൾ അതിൻ്റെ ബൈമെറ്റലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് പഴയ കണക്ക് തന്നെ ഇളക്കിടക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെയാണ്. ഇനി നമ്മൾ ഓണാക്കി നോക്കി സംഭവം ഓക്കെയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിടാം. ആദ്യം നമുക്ക് അതിൻ്റെ ആ തെർമോക്കോൾ ഭാഗം ജസ്റ്റ് കയറ്റി ഒന്ന് ജസ്റ്റ് വെച്ച് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുത്താൽ അത് കറക്റ്റ് പോയിട്ട് സീറ്റിംഗ് ആയി ഇരിക്കും. നമ്മളിപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെ തെർമോസ്റ്റാറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫാനെല്ലാം കറക്റ്റ് റൗണ്ടിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെളിയിലത്തെ പ്ലാസ്റ്റിക് കവറുണ്ട്, അതും സൈഡിൽ ചരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പോയി അത് സീറ്റിംഗ് ആയി വീഴുന്നതാണ്. നമുക്കത് ഇടാം. ഇത് കണക്ക് ചരിച്ച് ആദ്യം ഫാസ്റ്റ് അടിയിലത്തെ ഭാഗം അതിൻ്റെ ഗ്രൂവിലോട്ട് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ടക്കെന്നും പറഞ്ഞ് പോയിട്ട് അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റ് വീഴുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ നോബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത്രയും നമ്മളെ കോയിലൊക്കെ മാറുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ അടയ്ക്കണമെന്ന് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്ക് ഷെയറും കമൻറ്റ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ ഇത് കണക്ക് ഹീറ്റിംഗ് കോയിലൊക്കെ മാറുന്ന ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോയും ഇത് കണക്കുള്ള വീഡിയോ കണ്ടാൽ മതി. ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വർക്കുമായി അടുത്ത വീഡിയോ കാണാം.